substitution rule. Substitution rule. ആ റൂൾസ് ആണ് ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന രണ്ടെണ്ണം. ഒന്ന് വായിച്ചു നോക്കിക്കേ. Suppose that the compound statement P is a tautology. Then the compound statement ആണ് കേട്ടോ. അതിനകത്ത് ആൻഡ് ഓർ ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ത് വേണേലും വരാം. ഇന്നത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി ഒരു ടോട്ടോളജിയാണ്. ദെൻ വാട്ട് ഈസ് ടോട്ടോളജി? അത് ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ടോട്ടോളജി? ടോട്ടോളജി പറഞ്ഞാൽ എന്താ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആവുന്നത്. നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പി ഓർ നെഗേഷൻ പി is always tautology, is always true, അല്ലേ? P and negation P, it is always false. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് ഇത്. ടോട്ടോളജി ആണ്. ദിസ് വൺ ഇസ് കോൺട്രഡിക്ഷൻ. ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആണെങ്കിൽ അതിന് നമ്മൾ ടോട്ടോളജി എന്ന് പറയും. ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആണെങ്കിൽ അതിന് നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, പുറത്ത് വെച്ചോളൂട്ടാ. ഇനി കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കാം. പറഞ്ഞിട്ടുണ്ട് അത് തന്നെ. ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആണെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആണെങ്കിൽ, ഇൻപുട്ട് എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ആണ് കിട്ടുന്നെങ്കിൽ അത് ടോട്ടോളജിയാണ്. ഇൻപുട്ട് എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കോൺട്രഡിക്ഷൻ. ഓക്കെ, സപ്പോസ് ദാറ്റ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് എ ടോട്ടോളജി. പി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ടോട്ടോളജിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനകത്തൊരു പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. പി ക്യു ആർ എന്നൊക്കെ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? സ്മോൾ പി. ഓക്കെ, that appears in P, and if we replace the occurrence of P by a statement Q. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ക്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ക്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് P1 എന്ന് വിളിക്കാം. ആ P1ഉം എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ടോട്ടോളജി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഐഡിയ കിട്ടിയോ? സംഭവം എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ നോക്കിയോ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പി ഇംപ്ലൈസ് ക്യൂ. ടോട്ടോളജി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടേ? പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഓർ ക്യൂ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിചാരിക്കും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതൊരു ടോട്ടോളജിയാണ്. ഇത് ഒരു ടോട്ടോളജിയാണ്. എന്താ കാര്യം? ടോട്ടോളജി ആവാൻ കാരണം എന്താ? ടോട്ടോളജി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് ഈക്വലൻ ടു ക്യൂ ആണെന്ന് വിചാരിക്കുക. പി ഈസ് ഈക്വലൻ ടു ക്യൂ ആണെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ടോട്ടോളജി ആയിരിക്കും കേട്ടോ. അയ്യല്ല, ടോട്ടോളജി ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചോ. ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ if and only if negation Q or P. ടോട്ടോളജി ആവാൻ കാരണം P implies Q എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. P implies Q is equivalent to negation P or Q എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണിത് ടോട്ടോളജി ആവണം. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെ ചെക്ക് ചെയ്യാം? ട്രൂത്ത് ടേബിൾ വരച്ച് ചെക്ക് ചെയ്യാം. P Q true, 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 false, false, true, false, false. Okay, then P implies Q വേണം. P implies Q എന്ന് പറയുമ്പോൾ true, false, true, true വരും. Okay, then അടുത്തത് negation P വേണം. negation P എന്ന് പറയുമ്പോൾ false, false, true, true വരും. ഇനി negation P or Q വേണം. എന്താ വരിക? negation P or Q true, false, true, true. ഇത് രണ്ടും ഈക്വൽ ആണ്. നോക്കിയേ, പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഇത് ടോട്ടോളജി ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ നമുക്ക് വേണ്ടത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ക്യൂ നെഗേഷൻ പി
നെഗേഷൻ പി ഓർ ക്യൂ ഇതെന്താണെന്ന് നോക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഇംപ്ലിക്കേഷൻ നോക്കേണ്ടത്. ശ്രദ്ധിക്കണം. ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ് നോക്കേണ്ടത്. ഈഫ് ആൻഡ് ഓൺലി ഈഫിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഈഫ് ആൻഡ് ഓൺലി ഈഫിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുക? രണ്ട് ഇൻപുട്ടും ഒരേപോലെ വരികയാണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണ്. രണ്ട് ഇൻപുട്ടും ഫാൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് ട്രൂ ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇംപ്ലിക്കേഷൻ എടുക്കും. ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇവിടെ ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്. രണ്ടും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇനി അടുത്തത് നോക്കുക. ഇവിടെ ഫാൾസ് ആണ്, ഇവിടെയും ഫാൾസ് ആണ്. രണ്ടും ഒരേ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ എടുക്കുക. ഇവിടെ ട്രൂ, ഇവിടെ ട്രൂ. അഗെയിൻ രണ്ടും സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇവിടെയും ട്രൂ, ഇവിടെയും ട്രൂ. രണ്ടും ഔട്ട്പുട്ട് സെയിം ആയതുകൊണ്ട് രണ്ടും ഇൻപുട്ട് സെയിം ആയതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഈ സാധനം എന്താണ്? ടോട്ടോളജി ആണ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആയിട്ട്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ ടോട്ടോളജി. ഇത് ടോട്ടോളജിയാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല എന്നാലും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടോളജി ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇപ്പോൾ ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഈ കാണുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ക്യൂഒ അല്ലെങ്കിൽ പിഒ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ ഇതിലുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെൻറ്റും ഒരു ടോട്ടോളജി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ പ്രിമിറ്റീവ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിന് കാര്യങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പിക്ക് പകരം ഞാനിവിടെ പീനെ മാറ്റിയിട്ട് 6 കൊടുത്തു എന്ന് വിചാരിക്കും. പിക്ക് പകരം ഞാൻ 6 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുക? R implies Q if and only if negation R or Q. ഇങ്ങനെയല്ലേ കിട്ടുക അല്ലേ? ഇത് ടോട്ടോളജി ആണെന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. കാരണം ഇവിടെ ഈ പി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പേരങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ എന്ത് കൊടുത്താൽ മതി? ആറെന്ന് കൊടുത്താൽ പോരെ? ആറും ക്യൂവും മാത്രമേ ഉള്ളൂ ഇൻപുട്ട്. അപ്പോൾ ഇവിടെയൊക്കെ പി മാറ്റിയിട്ട് 6 കൊടുത്താൽ മതി. ഇതെല്ലാം എന്താ കിട്ടുക? ടോട്ടോളജി അല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രിമിറ്റീവ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ, ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുക എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിക്ക് പകരം ഇതേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് പി ഓർ ക്യൂ കൊടുത്തു വിചാരിക്കും. പിക്ക് പകരം റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ, ഈക്വൽ ടു ഒന്നും എഴുതരുത്. പിക്ക് പകരം നമ്മൾ പി ഓർ ക്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് പി ബൈ പി ഓർ ക്യൂ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പിക്ക് പകരം നമ്മൾ പി ഓർ ക്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും നോക്കിക്കേ. P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പി കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക? നിങ്ങൾ പി ഓർ ക്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ പി കാണുന്നിടത്ത് ഞാൻ പി ഓർ ക്യൂ കൊടുക്കാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ, പി ഓർ ക്യൂ implies Q. ഓക്കെ, ആദ്യത്തെ സൈഡ് കിട്ടി. if and only if negation P or Q. ഇതാണ് പുതിയ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഇതും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് അഗെയിൻ എ ടോട്ടോളജി. ജി ആണ് കേട്ടോ, ടോട്ടോളജി. വൈ ആണ് ലാസ്റ്റ്. അതും എന്തായിരിക്കും? ഒരു ടോട്ടോളജി ആയിരിക്കും. ഐഡിയ കിട്ടിയോ? ഈ സാധനം ടോട്ടോളജി ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ദിസ് ഇസ് യുവർ ഡ്യൂട്ടി, ഹോംവർക്ക്. ഇത് ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ പണിയാണ്. എന്താണ് നിങ്ങൾ ടോട്ടോളജി ആണോ ചെക്ക് ചെയ്യേണ്ടത്? പി ഓർ ക്യൂ implies Q if and only if negation P or Q. ടോട്ടോളജി ആണോ എന്നുള്ളത് ട്രൂത്ത് ടേബിൾ വരച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ട്, അതേപോലെ ഇതും ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ. ഇനി
ഇപ്പോൾ പിയും ക്യൂവും മാത്രമുള്ളതേ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയവും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു കാര്യം കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മുടെ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോളൂ. P implies Q if and only if negation P or Q ആയിരുന്നു അല്ലേ? ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇതായിരുന്നു. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പിക്ക് പകരം ഇപ്പോൾ മാറ്റിയത് P or Q വെച്ചാണ് നമ്മൾ മാറ്റിയത്. സപ്പോസ് നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് മാറ്റുന്നു വിചാരിക്കും. സപ്പോസ് വി ആർ യൂസിങ് R and S. പിക്ക് പകരം റീപ്ലേസ് P by R and S എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. R and S എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ Pനെ മാറ്റുന്നു വിചാരിക്കും. അപ്പോൾ നമുക്ക് P1 അല്ലെങ്കിൽ ഇത് P ആണ് കേട്ടോ, P1 അല്ല, P അല്ലേ, ദിസ് ഇസ് P. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ എക്സാമ്പിൾ ഉണ്ടായിരുന്ന P ആണ്. Now we will get another statement P1. ആ P1 എന്തായിരിക്കും നോക്കിക്കേ. ഇവിടുത്തെ P കാണുന്നിടത്തൊക്കെ Pക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? P കാണുന്നിടത്തൊക്കെ Pക്ക് പകരം എന്ത് കൊടുക്കണം? R and S കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കൂ. R and S implies Q if and only if negation of R and S or Q. ഇതാണ് പുതിയ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുക. ശരിയല്ലേ? ഇനി ഈ പറയുന്നതും ഒരു ടോട്ടോളജിയാണ്. കാരണം എന്താണ്? ഇത് ടോട്ടോളജി ആയിരുന്നു അല്ലേ? P1 P ടോട്ടോളജി ആയിരുന്നു. അതുകൊണ്ട് P1ഉം എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ടോട്ടോളജി ആയിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനകത്ത് P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. ആകെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? R, S ആൻഡ് Q ആണ്. അപ്പോൾ നമ്മൾ R, S, Qൻ്റെ ഇൻപുട്ട്സ് നമ്മൾ എഴുതും. ഒന്നുമില്ല, പേര് മാറ്റിയതാണ്. T, T, T. പിന്നെ എങ്ങനെ എഴുതുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. T, T, T. false, false, false and false. 4 false അല്ലേ? പിന്നെ 2 ട്രൂ, 2 false. 2 ട്രൂ, 2 false. നമ്മൾ false എഴുതി. ഓൾട്ടർനേറ്റീവ് false, true, true, false, true, false. എനിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറ്റി ചെയ്യും. മീൻസ് മാറ്റി ചെയ്യും. ഇനി നമുക്ക് ഇതാണ് വേണ്ടത്. R and S വേണം. R and S നോക്കിക്കേ. ട്രൂ, ട്രൂ, ഫാൾസ്, ഫാൾസ്. ഇനി ബാക്കിയൊക്കെ ഫാൾസ് ആയിരിക്കും. കാരണം R എല്ലാത്തിലും ഫാൾസ് ആണ്. R and S. ഓക്കെ. ദെൻ അടുത്തത് R and S implies Q വേണം. ഓക്കെ. R and S implies Q. ട്രൂ. അപ്പോൾ ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ Q നോക്കണം. Q ആണ് ഔട്ട്പുട്ട്. ഇവിടെ ട്രൂ ആണ്, അപ്പോൾ ഫാൾസ് ആണ് ഔട്ട്പുട്ട് വരിക. ബാക്കിയുള്ളതിലൊക്കെ R and S ഫാൾസ് ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ടൊക്കെ ട്രൂ ആയിട്ട് കിട്ടും. ഓക്കെ. ദിസ് ഇസ് R and S. അപ്പോൾ ഒരു സൈഡായി. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്താ വേണ്ടത്? ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിക്കേ. ഇപ്പുറത്തെ സൈഡിലുള്ളത് നെഗേഷൻ R and S വേണം. നെഗേഷൻ ഓഫ് R and S. അപ്പോൾ ഓൾറെഡി നമ്മൾ R and S കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ നെഗറ്റീവ് എടുത്താൽ മതി. ഫാൾസ്, ഫാൾസ്, പിന്നെ ഒക്കെ ട്രൂ വരും. ട്രൂ, 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 ട്രൂ ആൻഡ് ട്രൂ. ഓക്കെ. ദെൻ നെഗേഷൻ R and S ഓർ Q വേണം. നെഗേഷൻ R and S ഓർ Q. ഇതിൻ്റെ ഓർ ആണ് എടുക്കേണ്ടത് വിത്ത് Q. ഇത് ട്രൂ വരും, ഇത് ഫാൾസ് ആയിരിക്കും, ആൻഡ് പിന്നെ ഇതൊക്കെ ട്രൂ. ഇവിടെ ഒരു ട്രൂ വന്നാൽ മതി, ഓറല്ലേ, അപ്പോൾ ഇത് ട്രൂ ആണ് വരിക. ബാക്കിയെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഇതിൻ്റെയും ഔട്ട്പുട്ട് സെയിം ആണ് അല്ലേ? ഔട്ട്പുട്ട് സെയിം ആണ്, അതുകൊണ്ട് ഒരുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് വേണ്ടത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ട്രൈ നോക്കാം. വി ക്യാൻ റൈറ്റ് ദിസ് ആസ്, നിങ്ങളുടെ ഇപ്പോൾ നോട്ട്ബുക്കിലൊന്നും സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതിന് പകരം നമുക്ക് എ എന്ന് എടുക്കാം, ഇതിന് പകരം ബി എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വലിച്ചു വാരി ഇത് മൊത്തം എഴുതേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് നോട്ട്ബുക്കിലൊന്നും സ്ഥലം തികയില്ല. എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഇങ്ങനെ എഴുതാം. എ എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്, ബി എന്ന് പറഞ്ഞത് ഇതാണ്. അതിൻ്റെ അവിടെ എഴുതി വെക്കണം കേട്ടോ.
ഇനി ഇതിൻ്റെ ഈഫ് ആൻഡ് ഓൺലി ഫാണ് നമുക്ക് എടുക്കേണ്ടത് എ ആൻഡ് ബിയുടെ സെയിം ഔട്ട്പുട്ട് വരുന്ന സമയത്ത് സെയിം ഇൻപുട്ട് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ ആദ്യത്തെ കേസിൽ രണ്ടും ട്രൂ ആണ്, രണ്ടാമത്തെ കേസിൽ രണ്ടും ഫാൾസ് ആണ്, അപ്പോഴും ട്രൂ ആണ്, മൂന്നാമത്തെ കേസിൽ രണ്ടും ട്രൂ. ബാക്കിയുള്ളൊക്കെ ട്രൂ ആണ് വരിക, കാരണം ബാക്കി പിന്നെ ട്രൂ ആണ് അങ്ങോട്ട്. ട്രൂ ട്രൂ ആൻഡ് ട്രൂ. അപ്പോൾ ഈ സാധനം എന്തായി? എല്ലാം ട്രൂ ആയതുകൊണ്ട് ഇറ്റ്സ് എ ടോട്ടോളജി. ഐഡിയ കിട്ടിയോ? ഓക്കെ ആണോ? ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ നമുക്ക് പറയാം. എന്താണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂള്? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൻ്റെ ഡെഫിനേഷൻ ഓർത്ത് വെച്ചോളൂ. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു ടോട്ടോളജി ആണെങ്കിൽ, അതൊരു ടോട്ടോളജി ആയിട്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. അല്ലാത്തതിലൊന്നും എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ടോട്ടോളജി ആയിരിക്കണം എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനകത്ത് ഒരു പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പി, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പി തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ടും വേറെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, പീനെ ക്യൂ ആയിട്ട്, പീനെ ആർ ആയിട്ട്, പീനെ വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എല്ലായിടത്തും പി എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പി, സ്മോൾ പി കാണുന്ന എല്ലാ പൊസിഷനിലും പി മാറ്റുകയാണെങ്കിൽ പുതിയ കിട്ടുന്ന P1 എന്ന് പറഞ്ഞ പുതിയ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്തായിരിക്കും? ടോട്ടോളജി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്, അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ.